കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി ഒളിമ്പിക്സ് മെഡൽ ജേതാവും കനേഡിയൻ അതിവേഗ ഓട്ടക്കാരനും ഇതിഹാസ സ്പ്രിന്ററുമായ ബെഞ്ചമിൻ സിൻക്ലെയർ ജോൺസൺ ജൂനിയർ എന്ന ബെൻ ജോൺസൺ കേരളത്തിലെത്തിയത്. ഒരു കാലത്ത് വേഗരാജാവായിരുന്ന വിവാദ നായകനായിരുന്ന ബെൻ ജോൺസന്റെ കേരളത്തിലേക്കുള്ള വരവ് തീർച്ചയായും കൗതുകരമായിരുന്നു, വാർത്താ പ്രാധാന്യമുള്ളതായിരുന്നു. അദ്ദേഹത്തെ കാണാനായി നിരവധി പേരാണ് കോഴിക്കോട്ടേക്ക് എത്തിയത്. ചടങ്ങിലെ അദ്ദേഹത്തിന്റെ വാക്കുകളും തുറന്നു പറച്ചിലുകളും ശേഷമുള്ള അഭിമുഖവുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 88-ലെ ഉത്തേജക മരുന്ന് വിവാദത്തിന് പിന്നാലെ ലോകം മുഴുവൻ തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും അമ്മ തനിക്കൊപ്പം ഉറച്ചു നിന്നതായൊക്കെ ആ ചടങ്ങിൽ ബെൻ ജോൺസൺ പറയുകയുണ്ടായി. ഉത്തേജക മരുന്നുകൾ ഒരു യുവ കായിക താരത്തിന്റെ കരിയർ മാത്രമല്ല, ജീവിതം മുഴുവൻ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ളതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ആ ചടങ്ങിൽ സ്പ്രിന്റർമാർ സൃഷ്ടിക്കപ്പെടുന്നതല്ല, ജനിക്കുകയാണ്. ഉത്തേജക മരുന്നുകൾ താൽക്കാലികമായി കരുത്ത് വീണ്ടെടുക്കാൻ സഹായിച്ചേക്കാം, അതുവഴി പ്രകടനം മെച്ചപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അത് ശാശ്വതമല്ല. ബെൻ ജോൺസൺ KLF വേദിയിൽ പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: ഞാൻ ബെൻ ജോൺസൺ, ഗ്രേറ്റസ്റ്റ് സ്പ്രിന്റർ ഓഫ് ഓൾ ടൈം എന്ന മുഖവരിയോടെയാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. കായിക ആരാധകരുടെ പ്രിയപ്പെട്ട ബിഗ് ബെൻ 100 മീറ്റർ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായി ഒരു കാലത്ത് ലോകത്തെ ഇളക്കിമറിച്ച ബെൻ ജോൺസൺ. അത്ലറ്റിക്സിൽ ഇപ്പോഴും വ്യാപകമായി ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഈ ബെൻ ജോൺസൺ പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഒപ്പം സോൾ ഒളിമ്പിക്സും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു. സോൾ ഒളിമ്പിക്സിലെ 100 മീറ്ററിൽ ബെൻ ജോൺസൺ ഓടിയെത്തിയിട്ട് 37 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും സഹിക്കാനാവുന്നതോ അല്ലെങ്കിൽ നേരിടാനാവുന്നതോ അല്ലാത്ത ബെൻ ജോൺസന്റെ സോളിലെ ആ അനുഭവം. മെഡലുകൾ നേടിയപ്പോൾ തന്നെ വാഴ്ത്തിയ തൻ്റെ രാജ്യമായ കാനഡ, മെഡലുകൾ തിരിച്ചെടുത്തപ്പോൾ തന്നെ ജമൈക്കക്കാരനെന്ന് വിളിച്ച കൈപ്പേറിയ ജീവിതയാത്രകൾ, മൊമെന്റുകൾ ഓർക്കുന്നില്ലേ ബെന്നിനെ? കായിക പ്രേമികളുടെ മനസ്സിലൊരു ദുഃഖപുത്രനായി തെളിയുന്ന താരങ്ങളിൽ ഒരാളാണ് ബെൻ ജോൺസൺ. 1988-ലെ സോൾ ഒളിമ്പിക്സിൽ വെറും 48 മണിക്കൂറിനുള്ളിൽ ഹീറോയിൽ നിന്നും വില്ലനായി പരിണമിച്ച ബെൻ ജോൺസന്റെ കഥ. അന്ന് സോൾ ഒളിമ്പിക്സിൽ ലോക റെക്കോർഡോടെ 100 മീറ്ററിലായിരുന്നു ബെൻ ജോൺസൺ സ്വർണം നേടി റെക്കോർഡിട്ടത്. പ്രധാന എതിരാളി കാൽ ലൂയിസിന് വെള്ളിയായിരുന്നു അന്ന്. ഇതേ കാൽ ലൂയിസിനെ കുറിച്ച് ഈ കേരള യാത്രയിൽ ബെൻ മനസ്സ് തുറന്നത് ഇങ്ങനെയാണ്: കാൽ ലൂയിസുമായി ഞാൻ ഇപ്പോഴും സംസാരിക്കാറില്ല, ഞങ്ങൾ സുഹൃത്തുക്കളല്ല. ഞാൻ ചെയ്ത കുറ്റത്തിനല്ല 88-ൽ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ടത്. എൻ്റെ സംഘത്തിലും പുറത്ത് കാൽ ലൂയിസിൻ്റെ ഒപ്പമുള്ളവർക്കുമെല്ലാം എന്നോട് അസൂയായിരുന്നു. അതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നെ ചതിച്ചവർക്ക് ഹൃദയവും വികാരവും ഇല്ലെന്ന് എനിക്കറിയാം. ഇന്ന് അവർക്ക് രാത്രിയിൽ ഉറങ്ങാനാവുന്നുണ്ടാവില്ല എന്നൊക്കെയാണ് ഈ ചടങ്ങിൽ കാൽ ലൂയിസിനെ കുറിച്ച് ബെൻ ജോൺസൺ പറഞ്ഞിട്ടുള്ളത്. അവർ തമ്മിലുള്ള ആ റിവൽറി അത് ഇപ്പോഴും അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അന്ന് സോളിൽ സ്റ്റാർട്ടറുടെ വെടിയൊച്ച മുഴങ്ങുകയാണ്. അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന ബെൻ 0.132 സെക്കൻഡിനുള്ളിൽ ആദ്യത്തെ സ്ട്രൈഡ് പിന്നിടുന്നു അയാൾ. പിന്നിൽ കാൽ ലൂയിസ് ഉണ്ട്. 80 മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും കാൽ വളരെ പിന്നിലായിട്ടുണ്ട്. ശരവേഗതയിൽ വെടിയുണ്ട കണക്കെ ബെൻ ജോൺസൺ ഫിനിഷിംഗ് ലൈനിലേക്ക് അടുക്കുന്നു. ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബെൻ ടേപ്പ് തൊടുന്നു. കാണികളുടെ കരഘോഷം, പുതിയ റെക്കോർഡ് ഇതാ പിറവിയായി. അന്ന് ബെൻ ജോൺസൺ ഫിനിഷ് ചെയ്യുന്ന ആ ടേപ്പ് തൊടുന്ന ചിത്രം, ഇങ്ങനെ ചൂണ്ടിയുള്ള ആ ഒരു ചിത്രം പിറ്റേന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ജോൺസൺ കാനഡയുടെ ദേശീയ സ്വത്താണെന്നായിരുന്നു ആ സമയത്തെ കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ബ്രിയാൻ മുൾറോണിയുടെ ആവേശപൂർവ്വമായ പ്രഖ്യാപനം. ഇതേ ഭരണാധിപൻ തന്നെയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ അവൻ ജമൈക്കക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്നതും. മത്സരത്തിന് ശേഷം പത്രസമ്മേളനത്തിൽ ബെൻ ജോൺസൺ ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ കയറി നിന്നു അഹങ്കാരത്തോട് തൊട്ടു നിൽക്കുന്ന കോൺഫിഡൻസിൽ ഇങ്ങനെയും പറയുകയുണ്ടായി: എൻ്റെ പേര് ബെഞ്ചമിൻ സിൻക്ലെയർ ജോൺസൺ ജൂനിയർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോക റെക്കോർഡ് 9.79 എന്ന ലോക റെക്കോർഡ് 50 കൊല്ലമോ ഒരുപക്ഷെ 100 കൊല്ലമോ നിലനിൽക്കും. ലോകം മുഴുവൻ ആ മണിക്കൂറുകളിൽ ആ വാക്കുകൾ ഏറ്റെടുക്കുന്നു. പത്രത്താളുകളിൽ വലുതായി മാറിയ വെണ്ടക്ക തലക്കെട്ടുകൾ ഉദയമാകുന്നു: ഇത് ആഗതമായിരിക്കുന്നു വേഗപ്പടർപ്പുകളുടെ പുത്തൻ രാജകുമാരൻ, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മനുഷ്യൻ. സ്പ്രിന്റേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ് എന്ന് ലോകം അടിവരയിട്ട സന്ദർഭം. പക്ഷേ ആ വാക്കുകൾക്ക് 48 മണിക്കൂറേ ആയുസുണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് സ്റ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് 100 മീറ്റർ റൈസസ് എവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ 100 മീറ്റർ മത്സരം പിന്നീട് ഒളിമ്പിക്സിലെ ഞെട്ടിക്കുന്ന ആൻറ്റി ക്ലൈമാക്സിലാണ് അവസാനിച്ചത്. ഉത്തേജക പരിശോധനയിൽ ബെൻ കുരുങ്ങുന്നു. 9.79 സെക്കൻഡ്സ് കൊണ്ട് 100 മീറ്ററിൽ സ്വർണത്തിലേക്ക് ഓടിയെത്തിയ ബെന്നിൽ നിന്നും ഈ 3 ദിവസത്തിനുള്ളിൽ തൻ്റെ സ്റ്റിറോയിഡ് ഉപയോഗത്തിൻ്റെ പേരിൽ മെഡൽ തിരിച്ചു വാങ്ങുന്നു ഒളിമ്പിക് കമ്മിറ്റി. After testing positive for steroids 3 days later, he was stripped of the medal. സോൾ ഒളിമ്പിക്സ് കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിനായകനായി ബെൻ ജോൺസൺ മാറുകയായിരുന്നു അന്ന്. ബെൻ മാത്രമല്ല, കാനഡ എന്ന രാജ്യവും അന്ന് അപമാനം കൊണ്ട് തല കുനിക്കുകയായിരുന്നു.
ബെൻ ജോൺസനെ അന്ന് അയോഗ്യനാക്കിയപ്പോൾ രണ്ടാം സ്ഥാനക്കാരനായ കാൽ ലൂയിസ് സ്വർണ്ണ മെഡലിന് അർഹനാകുന്നു. പിന്നീട് 88-ലെ 3 ഉത്തേജക പരിശോധനയിൽ ഇതേ കാൽ പരാജയപ്പെട്ടതായി പിന്നീട് നമ്മൾ അറിയുന്നു. രണ്ടാം സ്ഥാനക്കാരനായ ബ്രിട്ടീഷ് താരം ലിൻഫോർഡ് ക്രിസ്റ്റിയും 2 പരിശോധനയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ക്രിസ്റ്റി പിന്നീട് പരിശീലകനായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 3-ാം സ്ഥാനത്തെത്തിയ കാൽവിൻ സ്മിത്തും 5-ാം സ്ഥാനക്കാരനായ റോബ്സൺ ഡാസിൽവയും മാത്രമാണ് ഉത്തേജകം ഉപയോഗിക്കാതെ അവരുടെ കായിക ജീവിതം പിന്നീട് കാത്തത്. അതായത് അന്ന് ബെന്നിന് പിന്നിൽ ഫിനിഷ് ചെയ്ത് ബെൻ അയോഗ്യനായപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടിയ കാൽ ലൂയിസ് അടക്കമുള്ളവർ പല കാലങ്ങളിലായി ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു എന്ന് സാരം. അന്നും അതിനുശേഷവുമൊക്കെ ബെൻ താൻ മാത്രമല്ല ആ ഒളിമ്പിക്സിൽ ഭൂരിഭാഗം പേരും ഇതൊക്കെയും ഉപയോഗിച്ചിരുന്നു എന്ന് വാദിച്ചതുകൂടി ഇവിടെ ചേർത്ത് പറയണം. സോളിൽ ബെൻ ജോൺസണിനോടൊപ്പം ഓടിയ സെസായ് വില്യംസും പിന്നീട് ഒരിക്കൽ താൻ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചുവെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള ദിവസങ്ങൾ മുതൽ ബെന്നിനെ ചുറ്റിപ്പറ്റി നിരവധി അപസർപ്പക കഥകൾ വന്നു തുടങ്ങുന്നു. ബെന്നിന്റെ സ്വകാര്യ ഡോക്ടർ ഡോജാമി അസ്റ്റാഫിന്റെ വെളിപ്പെടുത്തൽ പിന്നീട് പുറത്തു വരുന്നു. ബെൻ 1981 മുതൽ സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്ന ആളാണ് എന്ന വെളിപ്പെടുത്തലായിരുന്നു അത്. അതോടെ താൻ നിരപരാധിയാണെന്ന ബെൻ ജോൺസന്റെ വാദം പൊളിയുകയായിരുന്നു. ഏതായാലും സോളിലൂടെ മരുന്നടി വ്യാപകമായി ഒളിമ്പിക്സിനെ ചുറ്റിവരിയുന്നു. ഒളിമ്പിക്സിന്റെ കായിക ചരിത്രത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ആന്റി ഹീറോ ആയി മാറുകയായിരുന്നു അന്ന് ബെൻ ജോൺസൺ. സോൾ ഒളിമ്പിക്സിന് ശേഷം അതേ വർഷം തന്നെയാണ് ഉത്തേജക മരുന്ന് ഉപയോഗത്തിനെതിരെ കാനഡയിൽ തെളിവെടുപ്പ് നടന്നത്. ആ റിപ്പോർട്ടിൽ 14,817 പേജുകളുണ്ടായിരുന്നു. സ്റ്റാനോസ് സൊളോനിൻ എന്ന സ്റ്റിറോയിഡിനെ കുറിച്ച് ബെന്നിന് അറിയുമായിരുന്നില്ല എന്ന പരാമർശമാണ് അതിലുണ്ടായിരുന്നത്. റിപ്പോർട്ട് വന്നതിന് ശേഷം ബെൻ അന്ന് ആരോ മനഃപൂർവ്വം ഈ ഉത്തേജക മരുന്ന് സാമ്പിളിൽ ചേർത്തതാണെന്ന് പറഞ്ഞുള്ള പ്രസ്താവനയും അന്ന് നടത്തുകയുണ്ടായി. അതേസമയത്ത് തന്നെയാണ് കാനഡക്കാരനല്ല ജമൈക്കക്കാരനാണെന്ന് കാനഡ എന്ന രാജ്യം ഈ മുടിയനായ പുത്രൻ എന്ന ലേബലിട്ടുകൊണ്ട് ബെന്നിനെ തള്ളിപ്പറഞ്ഞതും. ശരിയാണ്, ജമൈക്കയിലെ ട്രെലാവനിയിൽ നിന്നാണ്, ഇതേ സ്ഥലത്ത് തന്നെയാണ് ഉസൈൻ ബോൾട്ടിൻ്റെയും പട്ടണം. അദ്ദേഹം ഭാഗ്യം തേടി കാനഡയിലെ ഒണ്ടാരിയോയിലേക്ക് കുടിയേറിയത്. ബെന്നിൻ്റെ കുടുംബം ആ സമയത്ത് കുടിയേറുന്നു. മലേറിയ പിടിപെട്ട് തകർന്ന ശരീരവുമായി 6-ാം വയസ്സിൽ ഒണ്ടാരിയോയിലെത്തിയ ബെൻ 14-ാം വയസ്സിലാണ് ട്രാക്ക് ആൻഡ് ഫീൽഡിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത്. ആദ്യത്തെ 6 മാസത്തെ പരിശീലനത്തിനിടയിൽ കോച്ച് ചാർലി ഫ്രാൻസിസിന് ബോധ്യമാകുന്നു ഹി ഈസ് എ വണ്ടർ കിഡ്, ഇവൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. 84-ലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്, ആ ഒളിമ്പിക്സിൽ ബെൻ 10.22 സെക്കൻഡിൽ 100 മീറ്റർ ഓടിയെത്തി വെള്ളി മെഡൽ നേടുന്നു. ലോകം അയാളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടുന്ന സമയമായിരുന്നു അത്. അതേ 100 മീറ്ററിൽ ബെൻ പിന്നീട് ഇതിഹാസം രചിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ അതൊരു നാണക്കേടിൻ്റെ അധ്യായമായി കൂടി മാറുന്നു. ഹീറോ ടേൺസ് ടു വില്ലൻ. ഒരാളുടെ ജീവിതത്തെ രണ്ടായി മാറ്റിയ ദിവസങ്ങളായിരുന്നു അത്. പിന്നീടുള്ള ബെൻ ജോൺസന്റെ ജീവിതം എന്ന് പറയുമ്പോൾ വിവാദങ്ങളുടെയും നാണക്കേടിൻ്റെയും അവഗണനയുടെയും പിന്നാമ്പുറങ്ങളിലാണ് അദ്ദേഹം പിന്നെയുള്ള കാലമൊക്കെയും ജീവിച്ചത്. 2.5 വർഷത്തിനു ശേഷം 91-ൽ ദി ഇന്റർനാഷണൽ അമേച്ചർ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ സസ്പെൻഷൻ അവസാനിക്കുന്നു. ഹാമിൽട്ടൺ ഇൻഡോർ ഗെയിംസിൽ ബെൻ ജോൺസൺ പങ്കെടുക്കുന്നു. 50 മീറ്ററിൽ അന്ന് രണ്ടാമനായിട്ടാണ് അദ്ദേഹം ഫിനിഷ് ചെയ്തത്. ഹാമിൽട്ടൺ സ്റ്റേഡിയത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ് ആ മത്സരം കാണാനെത്തിയത്. ടോക്കിയോ വേൾഡ് അത്ലറ്റിക് മീറ്റിൽ ക്വാളിഫൈ ചെയ്യാൻ പക്ഷേ ബെൻ ജോൺസന് പിന്നീട് കഴിഞ്ഞില്ല. തിരിച്ചുവരവിൻ്റെ ഊർജ്ജം തന്നിൽ നിന്നും ചോർന്നു പോകുന്നതായി ജോൺസൺ മനസ്സിലാക്കിയിരുന്നു. 92-ലെ ബാഴ്സലോണ ഒളിമ്പിക് ടീമിലേക്ക് ബെൻ കടന്നു വന്നെങ്കിലും 100 മീറ്ററിൻ്റെ സെമി ഫൈനലിൽ അവസാനക്കാരനായിട്ടായിരുന്നു അദ്ദേഹം ഫിനിഷ് ചെയ്തത്. 93-ൽ ഫ്രാൻസിൽ നടന്ന ഒരു ഇൻഡോർ ഗെയിംസിൽ 50 മീറ്ററിൽ ജോൺസൺ വിജയിച്ചിരുന്നു. പക്ഷേ വീണ്ടും ബെൻ ജോൺസൺ രണ്ടാമതും ഉത്തേജക വിവാദത്തിൽ കൊടുക്കുന്നു. ഇത്തവണ IAAF ആജീവനാന്ത വിലക്കാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയത്. ബെൻ ജോൺസനെ സംബന്ധിച്ചിടത്തോളം അതൊരു കരിയർ എൻഡായിരുന്നു. പിന്നീട് 1999-ൽ ലിബിയൻ നേതാവ് മുഅമ്മർ ഗദ്ദാഫി ബെൻ ജോൺസനെ തൻ്റെ മകൻ അൽസാദി ഗദ്ദാഫിയുടെ പേഴ്സണൽ ട്രെയിനറായി നിയമിച്ചുവെന്ന് വെളിപ്പെടുത്തിയതോടെ ബെൻ ജോൺസൺ വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 97-ൽ ഫുട്ബോൾ ഇതിഹാസം ഡിയേഗോ മറഡോണയുടെ പേഴ്സണൽ ട്രെയിനറായും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അപ്പോൾ KLF വേദിയിൽ ബെൻ ജോൺസനെ വീണ്ടും കണ്ടപ്പോൾ ഓർമ്മകളിൽ എത്തിയത് ഇത്രയും ചരിത്രമാണ്, ഇത്രയും സംഭവ വികാസങ്ങളാണ്.